ചായക്കപ്പ് ഉപേക്ഷിക്കുന്നില്ലേ എന്നൊരു പ്രേക്ഷകൻ ചോദിക്കുന്നു. അങ്ങനെ ഈ റംസാന്റെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്താണെന്നറിയോ? റംസാനില് നോമ്പെടുക്കുന്ന മനുഷ്യന് മറ്റുള്ള സുഹൃത്തുക്കളെ, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു വർത്തമാനമായി പോയി ഇന്ന് നമ്മുടെ അദ്ദേഹത്തിന്റെ ഈ ഒരു സംസാരം കേട്ടോ. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കേരളത്തിലൊരു വലിയ ചർച്ചയ്ക്ക്, സോഷ്യൽ മീഡിയയിൽ ഒരു ഗംഭീര ചർച്ചയ്ക്ക് ഇടയാക്കിയ ഒരു സംഭവം ഉണ്ടായി. 24 ശ്രീകണ്ഠൻ നായർ അദ്ദേഹം ഒരു ചായക്കപ്പും പിടിച്ചിട്ട് രാവിലെ മോർണിംഗ് ഷോ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിനും ഒരു മോർണിംഗ് ഷോ ഉണ്ട്. ഇവര് ഏർലി മോർണിംഗിലാണ് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് എന്നതിനാൽ മിക്കവാറും ഇവരതിൽ ചായ കണ്ടായിരിക്കും. അത് കഴിച്ചുകൊണ്ട് ഒരു പരിപാടി അവതരിപ്പിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല. സ്വാഭാവികമായിട്ടും ഇതിങ്ങനെ നടക്കുന്ന സമയത്ത് ഏതോ ഒരു പ്രേക്ഷകൻ, ആ പ്രേക്ഷകന് പേര് ഊരൊന്നുമില്ല കേട്ടോ, ഏതോ ഒരു പ്രേക്ഷകൻ നമ്മുടെ ശ്രീകണ്ഠൻ നായരോട് ചോദിച്ചു അത്രേ, നിങ്ങൾ ഈ ചായക്കപ്പം പിടിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയാണോ? ഇതൊരു നോമ്പ് കാലമല്ലേ? ഈ നോമ്പ് കാലത്ത് ഇങ്ങനെ ചായക്കപ്പം പിടിച്ച് സംസാരിക്കുന്നത് നോമ്പുള്ള ആളുകൾക്കൊരു വലിയ വിഷമാണ്. ഇത് കാണുമ്പോഴേ എന്തൊരു വലിയ വിഷമാണെന്ന് സംസാരിച്ച സമയത്ത് തന്നെ ശ്രീകണ്ഠൻ നായർ മഹാപൊട്ടത്തരം എന്നല്ല വേറൊന്നും പറയില്ല. ശ്രീകണ്ഠൻ നായർ ആ ഡയലോഗ് പറഞ്ഞ ആള് ഒരു മുസ്ലിം തന്നെയാണ് എന്നുള്ള ധാരണയിലോ അല്ലയോ വലിയ പിടുത്തമില്ല. അങ്ങനെയാണോ? എന്നാൽ നാളെ മുതൽ ഞാൻ ചായ കുടിക്കുന്നില്ല എന്നിട്ട് ചായക്കപ്പ് മാറ്റിവെച്ചു. നമ്മുടെ കേരളത്തിൽ ഇത് ഉണ്ടാക്കിയ വൃത്തികെട്ട ഒരു പരിപാടി, അതിന്റെ അപ്പുറം വേറെ ഒന്നുമില്ല. ശ്രീകണ്ഠൻ നായർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മുസ്ലിങ്ങള് നോമ്പ് പിടിക്കേണ്ടത് വിചാരിച്ചിട്ട് മറ്റുള്ളവരോട് നിർബന്ധിച്ച് നിങ്ങൾ നോമ്പ് പിടിക്കണം എന്നൊന്നും അവർ പറയാറില്ല. മുസ്ലിങ്ങൾ മാത്രമല്ല, ഹിന്ദുക്കൾ ഇപ്പൊ ശബരിമലയ്ക്ക് പോകുന്നുണ്ടെന്ന് വിചാരിക്കുക, അവര് നോമ്പെടുക്കുന്നുണ്ട് വിചാരിച്ചിട്ട് എല്ലാവരും കാണുന്ന എല്ലാവരോടും നീയൊക്കെ എന്തായാലും നോമ്പെടുക്കണം, ആ ശബരിമലയ്ക്ക് പോകണമെന്ന് ഹിന്ദുക്കളും ആരെയും നിർബന്ധിക്കാറില്ല. അവൻ പോകുന്നെങ്കിൽ അവൻ പോകും, അവൻ നോമ്പെടുക്കണം വെച്ചാൽ അവൻ നോമ്പെടുക്കും. പക്ഷെ സെമറ്റിക് മതത്തെ അപേക്ഷിച്ച് സെമറ്റിക് മതം സ്വന്തം മതത്തിലുള്ള ആൾക്കാരുടെ നോമ്പെടുക്കാനൊക്കെ പറയും. സ്വന്തം മതത്തിൽപ്പെട്ട ആൾക്കാർ നിർബന്ധമായിട്ട് അവർ നോമ്പെടുക്കാനൊക്കെ പറയാറുണ്ട്. എന്തായാലും ശ്രീകണ്ഠൻ നായർക്ക് പറ്റിയൊരു അബദ്ധം എന്തെന്ന് പറഞ്ഞുതരാം. എവിടെ വരൂ. പ്രേക്ഷകർ ചില കമന്റുകൾ അയക്കുന്നുണ്ട്. ഒന്ന് രണ്ട് പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ട്, ഈ റമദാൻ നോമ്പ് സമയത്ത് താങ്കൾ ഈ ചായക്കപ്പ് പിടിച്ച് നിൽക്കണ്ട, ഞാനത് ഒഴിവാക്കിയിരിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പൊ അത് കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? അപ്പൊ ഇയാള് പറഞ്ഞത് ഞാൻ അങ്ങനെ വെച്ചാൽ ഞാനത് ഒഴിവാക്കുന്നു എന്നുള്ളതാണ്. ശ്രീകണ്ഠൻ നായർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കമന്റ് അടിക്കുന്ന മുസ്ലിം പേരിലോ മറ്റുള്ള ആളുകൾ മുഴുവൻ മുസ്ലിങ്ങളാണ് എന്ന ധാരണ നിങ്ങൾ വെച്ച് പുലർത്തരുത്. രണ്ടാമത്തത്, ഒരു മുസ്ലിമും ഇങ്ങനെ കമന്റ് അടിക്കില്ല. ഇനി അങ്ങനെ കമന്റ് അടിക്കുന്ന ഏതെങ്കിലും മുസ്ലിം ഉണ്ടെങ്കിൽ അവൻ നല്ല അസല് സുഡാപ്പിയായിരിക്കും, അസല് തീവ്രവാദ മൈൻഡുള്ള ഒരുത്തനായിരിക്കും അങ്ങനെയൊക്കെ കമന്റ് അടിക്കുക. മറ്റൊരുത്തൻ ഭക്ഷണം കഴിക്കുന്ന കണ്ടാല് ഓന്റെ നോമ്പ് മുറിയുന്നു എനിക്ക് തോന്നിപ്പോവുക, വേറെ ആള് ഫുഡ് എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കുന്നത് കണ്ടാല് അപ്പൊ നോമ്പ് മുറിയും എന്നൊക്കെ തോന്നലുണ്ടാവുന്നത് അസല് മത തീവ്രവാദം അത്രയ്ക്ക് തല കയറിയതിന്റെ ഭാഗമായിട്ടെന്നൊക്കെ പറയേണ്ടി വരും. എന്തായാലും എനിക്ക് തോന്നുന്നത് ആ ഒരു കമന്റ് അടിച്ചാണ് ശ്രീകണ്ഠൻ നായരോട് ചായ കുടിക്കാൻ പാടില്ല രാവിലെ ഈ ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് നോമ്പുള്ളവർക്ക് വലിയ പ്രശ്നമാണെന്നുള്ള കമന്റ് അടിച്ചവൻ തീർച്ചയായിട്ടും ഒരു സംഖ്യയാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എന്തിനാണ് അങ്ങനത്തെ കമന്റ് ഈ സംഖ്യകൾ അടിക്കുന്നത്? അങ്ങനത്തെ ഒരു കമന്റ് അടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇപ്പൊ ശ്രീകണ്ഠൻ നായർ ഇപ്പൊ ചായ കൂടി നിർത്തി. അപ്പൊ ഇതേപോലെ ചായ കൂടി നിർത്തുമ്പോൾ എന്തായി, ഈ രണ്ടു തരത്തിലാണ് അവിടെ പ്രശ്നം ഉണ്ടാവുക. ഒന്ന്, മുസ്ലിങ്ങളൊക്കെ ഇങ്ങനെയാണ് എന്നുള്ളൊരു ഒരു ഇതുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എങ്ങനെയാണ്? ഇവരെന്തായാലും നോമ്പെടുക്കുക, അപ്പൊ മറ്റുള്ളവർ നിർബന്ധിക്കുന്നു നോമ്പെടുക്കാൻ എന്നൊരു പരിപാടി ഉണ്ടാക്കിയെടുക്കും. രണ്ട്, ഒരു മുസ്ലിം പറഞ്ഞപ്പോഴേക്കും ഹിന്ദുവായിട്ടുള്ള ശ്രീകണ്ഠൻ നായർ അതണ്ട് അംഗീകരിച്ച് ഇതൊരു ന്യൂനപക്ഷ പ്രീണനമാണ് എന്നൊരു സാധനം കൂടി എന്നുള്ളൊരു ചിത്രം കൂടി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. എന്താ, ഈ രണ്ടും ഉണ്ടാക്കിയെടുത്തു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഒപ്പം തന്നെ അല്ലെങ്കിൽ തന്നെ ഈ മുസ്ലിങ്ങളെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ജനത നമ്മുടെ കേരളത്തിൽ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചാനലിൽ പരിപാടി അടക്കുമ്പോൾ അവിടെ അടക്കം പോയിട്ട് ഇവന്മാർ ഇടപെടാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള പ്രശ്നം ഉണ്ടാവും. ഇനി അപ്പുറത്ത് സംഘികൾ തുടങ്ങും. സംഘികൾ ഇതിനെ ചോദ്യം ചെയ്യുന്നത് എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ ശബരിമല കാലത്ത് നിങ്ങളുടെ ഒരു വാർത്ത അവതരിപ്പിക്കുമ്പോൾ അതിന്റെ താഴത്ത് പരസ്യങ്ങളൊക്കെ വരും. അതിലിപ്പോൾ ചിക്കന്റെ വില പരസ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ശബരിമല കാലത്ത് ചിക്കന്റെ പരസ്യം കൊടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകണ്ഠൻ നായർ ചിക്കന്റെ പരസ്യം കൊടുക്കാതിരിക്കുകയോ ചിക്കൻ മസാലയുടെ പരസ്യം കൊടുക്കാതിരിക്കുകയോ നല്ല നോൺ വെജ് കിട്ടുന്ന ഹോട്ടലുകളുടെ ഒരു റിവ്യൂ കൊടുക്കാതിരിക്കുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. സ്വാഭാവികമല്ലേ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരും. നമ്മുടെ നാട്ടിൽ ഈ മുസ്ലിങ്ങളെ പറ്റിയിട്ടുള്ള തെറ്റിദ്ധാരണ പടർത്തുക എന്ന് പറയുന്ന ലക്ഷ്യമായിട്ട് ചില ആൾക്കാരൊക്കെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഇദ്ദേഹത്തോടും ചോദ്യം ചോദിച്ച് ഇദ്ദേഹം റിപ്പോർട്ടർ ചാനലിൽ ഇദ്ദേഹം വളരെ ഗംഭീരമായിട്ട് അതിന് ഉത്തരം കൊടുത്തു. എന്നിട്ട് ഒന്ന് രണ്ട് വീഡിയോ കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാണ്ട്. മനുഷ്യരോട് ഭക്ഷണം കഴിക്കരുതെന്നും അവർ ഭക്ഷണം കഴിക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയല്ല. എന്നാൽ
നോമ്പ് പിടിക്കുന്ന മനുഷ്യര് മറ്റുള്ളവരുടെ സമാധാനത്തിനും മറ്റുള്ളവരുടെ ഐശ്വര്യത്തിനും വേണ്ടി ആഗ്രഹിക്കുന്ന മനുഷ്യരാണ്. ഞാൻ നോമ്പ് പിടിക്കുന്നത് കൊണ്ട് എന്റെ സഹോദരൻ നോമ്പ് പിടിക്കണമെന്ന് ഒരാളും പറയില്ല. അതാണ് നോമ്പിന്റെ പ്രത്യേകത. പകരം എന്താ, നിങ്ങൾ സമാധാനത്തോടു കൂടി ഇരിക്കൂ, ഭക്ഷണം കഴിച്ചിരിക്കൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൂടി നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി കൂടി നോമ്പെടുത്തുകൊള്ളാം എന്നുള്ളതാണ് നോമ്പിന്റെ പ്രത്യേകത. അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയാകരുത്. അങ്ങനെ ഒരാളോട് പറയില്ല. നോമ്പെടുക്കുന്ന ഒരാൾ മറ്റൊരാളോട് നോമ്പെടുക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും മറ്റൊരാൾ എന്തായാലും നോമ്പെടുക്കണം എന്ന് പറയുന്ന വാശി വർത്തമാനങ്ങളൊന്നും പറയില്ല. അങ്ങനെ പറയുമായിരുന്നുവെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു മുസ്ലിം നോമ്പെടുക്കണു, അതുകൊണ്ട് എൻ്റെ മുമ്പിൽ കാണുന്ന എല്ലാവരും നോമ്പെടുത്തേ ഒക്കൂ എന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം നിർബന്ധം പിടിക്കുമെങ്കിൽ ഒരിക്കലും പാളയം ഇമാം ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. ഈ പാളയം ഇമാം എന്ന് പറയുന്നത് ഒരു മുസ്ലിമാണ്. അത് എന്താ ചെയ്തേ കണ്ടുനോക്കൂ. ഇവിടെ ഒരു നല്ല ഫ്രെയിം ഞാൻ കാണിച്ചുതരാം. ശ്യാമ ഫ്രെയിം കാണിച്ചു. ഇത് പാളയം പള്ളിയാണ്. ഈ ഒരു പാളയത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഗണപതി ക്ഷേത്രം, മുസ്ലിം പള്ളി, തൊട്ടടുത്ത് തന്നെ ക്രിസ്ത്യൻ പള്ളി. ഈ ഒരു സ്ഥലം യഥാർത്ഥത്തിൽ ഈ പാളയം എന്നുള്ളത് ഒരു കൊച്ചു കേരളം തന്നെയാണ്. ഇതാണ് നമ്മുടെ റിയൽ കേരള സ്റ്റോറി. ഒരു ദൃശ്യം കാണിച്ചുതരാം. പാളയം പള്ളിയുടെ മുറ്റത്ത് തന്നെ പൊങ്കാല ഇടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഭക്തജനങ്ങളുടെ ദൃശ്യം. നമുക്കിത് നോക്കുമ്പോൾ വലിയ മതേതരത്വം. ഇതാണ് നമ്മുടെ കേരളം. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, എത്രയോ കാലമായി തുടങ്ങിയതാണ്. അത് ഒന്നോ രണ്ടോ സിനിമയോ ഒന്നോ രണ്ടോ ലേഖനം കണ്ടില്ലേ? കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഭാഗത്ത് പാളയം ഇമാം ഒരു മുസ്ലിം നിൽക്കുന്നുണ്ട്. അവിടെ നടക്കുന്നത് ഹിന്ദുക്കളുടെ ഒരു ആചാരമാണ്. ഒരുപാട് സ്ത്രീകൾ വന്നിട്ട് ആ ഒരു സ്ഥലത്ത് പൊങ്കാല ഇടുന്നുണ്ട്. സ്ത്രീകളുടെ ശബരിമല എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. അവിടെ ഒരു പള്ളിയുണ്ട്, ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്, ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. ഈ ക്രിസ്ത്യൻ പള്ളിയുടെയും ഗണപതി ക്ഷേത്രത്തിന്റെയും ഒപ്പം തന്നെ ഈ പള്ളിയുടെയും മുസ്ലിം പള്ളിയുടെയും മുറ്റത്തൊക്കെയാണ് സ്ത്രീകൾ വന്നിരുന്നിട്ട് എന്ത് ചെയ്യുന്നത്? പൊങ്കാല ഇടുന്നത്. അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള വെള്ളവും അവർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമൊക്കെ ഒരുക്കി കൊടുത്തിട്ടുള്ളത് ആ പള്ളിയുടെ ഉൾവശമാണ്. അവർക്ക് ശൗചാലയം ഉപയോഗിക്കണമെങ്കിൽ അതും ആ പള്ളിയുടെ ശൗചാലയം തുറന്നു കൊടുത്തത് ഒരു മുസ്ലിം പണ്ഡിതനാണ്. അദ്ദേഹം വേറെ ഒന്നുകൂടി പറഞ്ഞു കേട്ടോ, അവിടെ വരുന്ന ആളുകൾക്ക് ഭക്ഷണം വേണമെങ്കിൽ ഭക്ഷണം കൊടുക്കണം. അപ്പൊ പിന്നെ ആ ചാനലില് ശ്രീകണ്ഠൻ നായരോട് പറഞ്ഞ ആ മുസ്ലിം ആരാണ് കണ്ടെത്തേണ്ടല്ലേ? അതാണ് മുസ്ലിം തന്നെയാണോ അതോ മുസ്ലിം പേരിൽ വന്ന ഏതെങ്കിലും സംഖ്യയാണോ? എനിക്ക് രണ്ടാമത്തെ സംശയം, മുസ്ലിം പേരിൽ വന്ന സംഖ്യ മുസ്ലിങ്ങളൊക്കെ ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള സോഷ്യൽ മീഡിയ ശ്രമത്തിന്റെ ഭാഗമാണ് അത് എന്നൊക്കെ മനസ്സിലാക്കേണ്ടി വരും. ബാക്കി കേൾക്കും. ഇതാണ് നമ്മുടെ കേരള സ്റ്റോറി. ഈ ഒരു മെസ്സേജ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇന്നിപ്പോൾ പള്ളിക്ക് മുറ്റത്ത് അവരിങ്ങനെ നിൽക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഇത് തന്നെയാണ്. മണക്കാട് ഉൾപ്പെടെ എല്ലാ പ്രദേശങ്ങളിലും മുസ്ലിം ക്രിസ്ത്യൻ സഹോദരന്മാർ, ക്രിസ്ത്യൻ പള്ളികൾ തുറന്നു തരുന്ന ബിഷപ്പുമാർ, ഇതൊക്കെ തന്നെ നമ്മുടെ കേരളത്തിന്റെ, നമ്മുടെ തലസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ ശാലി സൂചിപ്പിച്ച പാളയം ഇമാം നമ്മുടെ മുന്നിലുണ്ട്. രാവിലെ തന്നെ എത്തി എല്ലാവർക്കും എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം നേരുകയാണ്. നമ്മൾ ഇന്നലെ തന്നെ നമ്മളെ സൗകര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ 4 മണി ആയതുകൊണ്ട് ഞാൻ പറയാം, ഈ ദൃശ്യം ഇത് നമുക്ക് പെട്ടെന്ന് പുറത്തൊരാൾ കാണുമ്പോൾ അയ്യോ ഭയങ്കര, ഇതല്ലേ നമ്മുടെ കേരളം. തീർച്ചയായും ഇന്നലെ തന്നെ നമ്മള് ആളുകൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 4 മണി ആയതോടൊപ്പം തന്നെ ഇവർക്ക് രാത്രി വിശ്രമിക്കാനുള്ള പന്തൽ തയ്യാറായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവര് ഇന്നലെ രാത്രി വന്നപ്പോൾ ഇവർക്ക് നോമ്പുതുറ വിഭവങ്ങളൊക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയും ഞാൻ നമ്മുടെ സെക്യൂരിറ്റിനോടൊക്കെ പ്രത്യേകമായിട്ട് അതാണ് എനിക്ക് ഇഷ്ടമായത്. തലേദിവസം വരുന്ന സ്ത്രീകൾക്ക് അവിടെ കിടന്നുറങ്ങാനുള്ള ഒരു പന്തലൊക്കെ അവിടെ ഒരുക്കി കൊടുത്തു. അത് മാത്രമല്ല, ഇവര് നോമ്പെടുത്തിട്ട് നോമ്പുതുറ വിഭവങ്ങൾ ഉണ്ടാവില്ലേ, ഭക്ഷണ പദാർത്ഥങ്ങൾ, അതൊക്കെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഈ സ്ത്രീകൾക്ക് വിതരണം കൊടുക്കാൻ വേണ്ടി ഇദ്ദേഹം ചുക്കാൻ പിടിച്ചു എന്ന് പറയുന്നത്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇതാണ് മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് മുസ്ലിങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് മുസ്ലിങ്ങൾ വേണ്ടതെന്ന് പറയുന്നത് ഒരു മത നേതാവാണ്, ഞാനല്ല. പാളയം ഇമാമാണ് പറയുന്നത്. അദ്ദേഹമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. നമുക്കിത് വേറെ എവിടെ കണ്ടെത്താൻ കഴിയും? അങ്ങനെയാണെങ്കിൽ ആ കമന്റ് അടിച്ചവൻ സംഖ്യ തന്നെ ആവില്ലേ? എന്റെ ചോദ്യമാണ്. ഒന്ന് ഉത്തരം പറയണം കേട്ടാ. കഴിഞ്ഞില്ല. എല്ലാവർക്കും ചായയും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള പലഹാരമൊക്കെ എല്ലാവർക്കും നൽകണം. അത് നോമ്പ് തുറന്റെ സമയത്താണല്ലോ ഒരുപാട് ആളുകൾ വരുന്നത്. അപ്പൊ അതൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ നിറവേറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്, നമ്മുടെ ഈ അതിഥികൾക്ക് വേണ്ടി. നമ്മൾ യഥാർത്ഥത്തിൽ ഓരോ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിശ്വാസങ്ങളാണ് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ. ആ വ്യത്യാസങ്ങളെ സംബന്ധിച്ചിപ്പോൾ നമ്മൾ പറയേണ്ട യാതൊരു കാര്യമല്ല. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മളെ ഈ നഗരത്തിലേക്ക് വരുന്ന ഈ സഹോദരിമാർ സത്യത്തിൽ നഗരത്തിന്റെ അതിഥികളാണ്. അതിഥികൾ എന്നുള്ള നിലക്ക് അവർക്ക് ധാരാളം അവകാശങ്ങളുണ്ട്. നമ്മൾ ആതിഥേയരാണ്. ആതിഥേയർ നിലനിൽക്ക് നമുക്കൊക്കെ എന്തുണ്ട്, ബാധ്യത ഉണ്ട്. കേരളത്തെ ഒരു പൈശാചികവൽക്കരിക്കാനുള്ള ശ്രമം
ഉണ്ട്. അതിന്റെ ഒരു ജനങ്ങളെല്ലാവരും അങ്ങനെയല്ല കേരളം. ഞങ്ങള് എന്നും 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 ഒരുമിച്ച് തന്നെയാണ് പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഈ കണ്ടില്ലേ, ഇതാണ് പാള ഇമാമ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നും ഇവിടെ ഒരുമിച്ച് തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് വന്നിട്ട് ആ കുത്തിത്തിരിപ്പുണ്ടാക്കിയവൻ ആരടാ എന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒപ്പം തന്നെ ഒരു രസകരമായൊരു വീഡിയോ കൂടി കാണിച്ചു തരാം. ഒരു മുസ്ലിം സ്ത്രീ, അവർക്കൊരു മകളാണുള്ളത്, ആൺമക്കളില്ല. തൊട്ട് അയൽവാസിയായിട്ടുള്ള ഒരു ഹിന്ദു സ്ത്രീയുടെ മകനുണ്ട്. അവരെ കരുതിയിട്ടുള്ളത് സ്വന്തം മോനായിട്ടാണ്. ആ മോൻ ഇവർക്ക് ഒരു സമ്മാനം കൊടുത്തയച്ചിരിക്കുകയാണ്. ഒന്ന് കണ്ടോക്കൂ. ഉമ്മച്ചിയാണ്, ഞാൻ ഉമ്മച്ചിന്ന് വിളിക്കുക. മൂത്ത മോൻ തന്നെയാണ്. കാണാൻ കിട്ടാതെ സ്വന്തം മോന് മോളെന്ന് പറഞ്ഞത് എനിക്കൊരു മോളുള്ളൂ. പക്ഷെ എനിക്ക് 2 കുട്ടികൾ വേറെ ഉണ്ട്. അത് മീൻസ് നമ്മൾ അത്രയും മക്കളെ പോലെ സ്നേഹിക്കണം. ഒരു ആളുടെ വകയാണ് അതിന്റെ മോന്റെ ഗിഫ്റ്റ് ആണ്. അപ്പോലെ മോനോട് ഇതിൽ പറയാണ്ടോ? ഉമ്മച്ചിക്ക് എന്താ പറയാനുള്ളത്? മക്കളെ സ്നേഹം ഒരുപാട് കാഴ്ച ഹൈറും വർക്കത്തൊക്കെ കൊടുക്കുന്നു. ആ ഒരു മുഖത്തെ കരച്ചിൽ, സന്തോഷം നോക്കി, അടിപൊളി. ഇതാണ് സുഹൃത്തുക്കളെ. അപ്പോ ഉത്തരേന്ത്യയിലും കേരളത്തിലുള്ള എല്ലാ സംഘി പണ്ടാരങ്ങളും പറയാണ്, ഇങ്ങനെയൊക്കെയാണ് കേരളം. പെട്ടെന്നൊന്നും എന്ത് ചെയ്യില്ല, ഇതിനെ നശിപ്പിക്കാൻ പറ്റൂല. അപ്പൊ സുഹൃത്തുക്കളെ, ശ്രീകണ്ഠൻ നായർക്ക് മഹാവധം പറ്റി, പക്ഷേ അത് അരുൺ കുമാറിന് പറ്റിയില്ല. ബൈ.